അപ്പോൾ നമ്മുടെ 21 ദിവസത്തെ വെയിറ്റ് ലോസ് ചലഞ്ചിൻ്റെ 14ാമത്തെ ദിവസത്തെ വിശേഷങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ രാവിലെ തന്നെ ഇതാ നല്ല രീതിയിൽ ഞാൻ വെള്ളം കുടിക്കുന്നുണ്ട്. ഇളം ചുടുവെള്ളമാണ് കേട്ടോ ഞാൻ കുടിക്കാറുള്ളത്. പിന്നെ ഒരു 10 മണി കഴിഞ്ഞിട്ട് നമ്മൾ ഇൻ്റർമീഡിയൻറ്റ് ഫാസ്റ്റിംഗ് ആയതുകൊണ്ട് തന്നെ 10 മണിക്ക് ശേഷമാണ് ഞാൻ ഫുഡ് കഴിക്കുക. അത് കുടിച്ചത് ഇതാ ചായയിൽ നിന്നാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ തന്നെ എനിക്കൊരു എനർജിയാണ് കേട്ടോ. കുറേ ഞാൻ ചായ കുടിക്കണ്ട വേറെ എന്തെങ്കിലുമൊക്കെ കുടിക്കാമെന്നൊക്കെ വിചാരിക്കും. പക്ഷേ എനിക്ക് ഭയങ്കര തലവേദന ഇങ്ങോട്ട് വന്നിട്ട് കുടിക്കാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ പിന്നെ ഞാൻ നോക്കാറില്ല. ഞാൻ ആദ്യം തന്നെ ചായ ഇങ്ങോട്ട് കുടിക്കും. അത് കഴിഞ്ഞ് ഇന്നാണെങ്കിൽ ലഞ്ചിന് നമുക്ക് പനീർ മസാലയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതും 2 മുട്ടയാണ് ഞാൻ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കണത് കേട്ടോ. അപ്പോൾ മോളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ മോൾ എഴുന്നേറ്റ് വരട്ടെ എന്നിട്ട് ഒരുമിച്ച് കഴിക്കാമെന്ന് കരുതി ഇങ്ങനെ കാത്തുന്നതാണ്. അവൾ എഴുന്നേറ്റ് വന്ന പാടെ ഞങ്ങൾക്ക് രണ്ടാക്കും ഒരുപോലെ 2 മുട്ട ഞാൻ എനിക്ക് പൊരിച്ചു, അതിലേക്ക് ഇച്ചിരി പനീർ മസാല എടുത്തു, മോളൂനും അതുപോലെ തന്നെ 2 മുട്ട പൊരിച്ചു, പനീർ മസാലയൊക്കെ എടുത്ത് ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കാട്ടോ. ഞാൻ അവൾക്കുള്ളത് കൊടുത്തു, ഞാൻ എൻ്റെത് എടുത്ത് വന്നപ്പോഴേക്കും മോളൂൻ്റെ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഐറൂസിൻ്റെ പിന്നെ ഇതാ ദോശയും ചെറുപയർ കറിയൊക്കെ കൊടുത്തിട്ട് അവനെ അവിടെ ഒരു സൈഡിൽ ഇരുത്തിയിട്ടാണ് ഞാൻ കഴിക്കുന്നത് കേട്ടോ. അപ്പോൾ സമയം ഒരു 12 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ല വയറ് ഫില്ലായി നിൽക്കണം. ഉച്ചക്കത്തെ ഫുഡിന് വലിയ ആവശ്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനൊരു 1 മണി 1:30 ആ സമയത്ത് ഇതാ ഈ ഒരു കക്കരി കട്ട് ചെയ്ത് കഴിച്ചു, ഞാനും മോളും കൂടെ. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് കമ്പം ഈ സ്വീറ്റ് പോപ്കോൺ ആണ് കേട്ടോ, അത് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് നല്ല നന്നായിട്ട് പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഒരു ഈ കാണുന്ന ഒറ്റ പീസിന് അത് കഴിച്ചു. പിന്നെ ഒരു 6 മണിയോട് കൂടിയാണ് നമ്മൾ ഡയറ്റ് എന്താ പറയുക ഫുഡ് കഴിക്കുന്ന നിർത്താറുള്ളത്. അപ്പോൾ ആ സമയത്ത് ഞാനും മോളും ഒരുപോലെ തന്നെ ഒരു കോഫി ഉണ്ടാക്കി കഴിച്ചു. അതിലേക്ക് 4-5 ബദാമും ഒരു ഈത്തപ്പഴമാണ് കഴിച്ചത്. അപ്പോൾ ഇത് നിർത്താൻ വേണ്ടിയിട്ട് കഴിച്ചതായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ പുറത്ത് പോയപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ, പുറത്ത് പോയപ്പോൾ ഞങ്ങളൊരു ബണ്ണ് വാങ്ങിയിട്ടുണ്ടായിരുന്നു, അതായത് ബട്ടർ ബണ്ണ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. കുറേ ആയി ഈ ഒരു ബണ്ണ് വാങ്ങി കഴിക്കണം എന്ന് വിചാരിക്കണം കേട്ടോ. നീനുട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നീനും ഞാനും പുറത്ത് പോയപ്പോൾ ഇങ്ങനെ വാങ്ങാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. അന്ന് അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് കണ്ടപ്പോൾ വാങ്ങി, അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അവൾ കഴിച്ചു, നല്ല ടേസ്റ്റ് ഉണ്ട് അമ്മച്ചി എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് കഴിക്കാതിരിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാനൊരു ഏകദേശം ഒരു 9 മണി ആ ഒരു സമയത്ത് ഇതൊരു കഷ്ണം ഒരു ചെറിയൊരു പീസ് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റ് ചെറുതായിട്ടൊന്ന് പൊട്ടിയിട്ടുണ്ട്. എന്തായാലും നാളത്തെ വെയിറ്റ് ഒക്കെ നോക്കിയിട്ട് നാളത്തെ വീഡിയോ ആയിട്ട് വരാം. ബൈ.